എല്ലാവർക്കും നമസ്കാരം. മാച്ച് ചാറ്റിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ 8 of Pentacles, 5 of Swords, Queen of Pentacles, 7 of Swords, 2 of Swords, Ace of Pentacles. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. ആദ്യം തന്നെ 8 of Pentacles and 2 of Swords എനർജി കണക്ഷൻസ് ആണ്. എന്താണോ നിങ്ങൾ എയിം ചെയ്തിട്ടുണ്ടായിരുന്നത്, ജീവിതത്തിൽ എന്ത് വേണമെന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, നിങ്ങളുടെ ഗോള്, നിങ്ങളുടെ എയിം, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് നിങ്ങളുടെ ലൈഫിൽ എന്തായിരുന്നു, അത് നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. പിന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്ന സമയമാണ്. സാമ്പത്തിക സ്ഥിതി ഒത്തിരി മെച്ചപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയമാണ്. ജീവിതത്തിലൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഗോൾ എന്താണോ, എയിം എന്താണോ, ഇപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടൊരു വ്യക്തിയാണെങ്കിൽ ജോലി എന്നുള്ള ജോലിയിൽ ഉന്നത സ്ഥാനം നേടണം, അതിൽ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള രീതിയിൽ മുന്നേറുമ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നിങ്ങൾ ജീവിതത്തിലേക്ക് മുന്നേറാനായിട്ട് നിങ്ങൾക്ക് പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ടാവും, ജീവിതത്തിൽ ഒത്തിരി സാധ്യതകളുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ അമിതമായിട്ട് ഇപ്പോൾ ജോലിയിൽ ഊന്നൽ കാണിക്കുമ്പോൾ, ഇപ്പോൾ ജോലിയിൽ ശ്രദ്ധ ഊന്നി നിൽക്കുമ്പോൾ കുടുംബജീവിതത്തിൽ അത്രയും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ഒരു ബാലൻസ് ജീവിതത്തിൽ കൊണ്ടുവരാണ്. ജോലിക്ക് ജോലിയുടെ അല്ലെങ്കിൽ കരിയറിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ കുടുംബജീവിതത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഹസ്ബൻഡ് വൈഫ് അവർക്ക് വേണ്ടുന്ന സമയം കൊടുക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിന്, മാതാപിതാക്കളുടെ കാര്യങ്ങൾക്കൊക്കെ സമയം ചെലവഴിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പോസിറ്റിവിറ്റിയാണ്. അതേപോലെ തന്നെ പലരും നിങ്ങളുടെ ജോലി മാറാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ ജോലി മാറാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള ഫീൽഡിൽ നിന്ന്, ഇപ്പോൾ ഏത് ഫീൽഡിലാണോ ഉള്ളത് ആ ഫീൽഡിൽ നിന്ന് മറ്റൊരു ഫീൽഡിലേക്ക് മാറുകൂടി ചെയ്യുന്നുണ്ട്. വെറുതെ ഒരു ജോലി മാറുകയല്ല, നിങ്ങളിപ്പോൾ ഏത് ഫീൽഡിലാണോ, നിങ്ങളിപ്പോൾ IT-യിലുള്ള ഒരാളാണെങ്കിൽ HR-ലേക്കോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിലോ മാറുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോട്ടലി ഒരു മാറ്റമാണ് കാണിക്കുന്നത്. ഏത് സ്ട്രീമിലാണോ ഉള്ളത് അതിൽ നിന്ന് മാറി മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ജോലിയിലും മാറ്റങ്ങൾ, ഇപ്പോൾ ഗവൺമെൻറ് ജോലിയിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു വ്യക്തി ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്നു എന്നുള്ള രീതിയിലാവാം. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം. പിന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു പ്രത്യേക ഫീൽഡിൽ, ഇപ്പോൾ എഡ്യൂക്കേഷനുമായിട്ട് നിങ്ങളുടെ ബന്ധപ്പെടുത്തിയിട്ട് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അതുമായിട്ട് ബന്ധമില്ല എങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില ആളുകളും പുതിയ കോഴ്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയേക്കാൾ മുന്നേറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുന്നതിലൂടെ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളത് മറ്റൊരു തൃപ്തികരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ജോലിയിലുള്ള നിങ്ങൾക്കുള്ള കൂടുതൽ ജോലിയിലേക്ക് താല്പര്യം ഉണ്ടാവുകയും ചെയ്യുന്ന ജോലിയോട് കൂടുതൽ ഇഷ്ടം തോന്നുകയൊക്കെ ചെയ്യുന്ന ഒരു സാധ്യത, ഒരു അച്ചീവ്മെൻ്റ് ആണ് ജോലിയിലെ, കരിയറിലും ഫിനാൻസ് വൈസും നല്ലൊരു അന്തരീക്ഷം. അതേപോലെ തന്നെ 5 of Swords and 7 of Swords എനർജി കണക്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ നിങ്ങൾ മുന്നേറുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഒരു കോമ്പറ്റീഷനുണ്ട് കരിയറിൽ, നിങ്ങൾക്ക് ഹെവി കോമ്പറ്റീഷനാണ്. അപ്പോൾ എന്നെ വെച്ചിട്ട് നിങ്ങളങ്ങനെ അതൊരു ഭയക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾ ചുറ്റുമുള്ള ആളുകൾ എന്തൊക്കെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും നിങ്ങൾ ജോലിയിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നല്ലൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നിങ്ങളുടെ ജോലി പ്രവൃത്തി വ്യക്തമായിട്ടും വൃത്തിയായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ
നിങ്ങൾ ചെയ്യുന്ന വളരെ പെർഫെക്റ്റായിട്ട് നിങ്ങളുടെ ജോലി ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചില ആളുകൾ ചില സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ചെറിയ രീതിയിലുള്ള കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചതിവും വഞ്ചനയും ഒന്നും ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ചില ആളുകൾ ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ എന്നുള്ള രീതിയിൽ വന്നേക്കാം. വലിയ രീതിയിലുള്ള നിയമപരമായിട്ടുള്ള കുറ്റമൊന്നും അല്ല, ഇതൊക്കെ ചെറിയ കാര്യമാണെന്ന് പറഞ്ഞേക്കാം. ചെറിയ രീതിയിലുള്ള കാര്യമായിരിക്കും, വലിയൊരു പ്രശ്നമായിരിക്കില്ല. എന്നാലും അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ളോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതായിട്ടുള്ള ഒക്കെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. അത് കാരണം ചുറ്റുമുള്ള ചില ആളുകൾ നിങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പ്രലോഭിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ചുറ്റുമുള്ള ചില ആളുകൾ കോമ്പറ്റീഷൻ കൂടാതെ ചില കൂട്ടുകെട്ടുകൾ നെഗറ്റീവ്, അതായത് ഈ ചെയ്യുന്ന പ്രവൃത്തികൾ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ മനസാക്ഷിക്ക് നിരക്കാത്തതോ ആണെങ്കിലും അവരെ അത് ബാധിക്കുന്നുണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ പ്രശ്നമല്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടത്തിൽ നിന്നൊന്ന് മാറി നിന്നാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 5 of Swords and Ace of Pentacles എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും ഈ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ച് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യത്തിലേക്ക് പോകേണ്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ആത്മീയത നിങ്ങൾക്ക് കുറച്ചധികം ആത്മീയ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ താല്പര്യം വരുന്നുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോൾ രണ്ട് സൈഡുണ്ട്, രണ്ട് വശങ്ങളുണ്ട്. അപ്പോൾ ഈ ആത്മീയമായിട്ടുള്ളതിലേക്ക് നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു മാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം. അതേപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യാം. നിങ്ങളതേ അല്ലെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാം. കാരണം ഈ നെഗറ്റീവായിട്ടുള്ള കമ്പനി അതേപോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി അകന്നു പോകാൻ. അപ്പോൾ ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിക്കാം നിങ്ങൾക്ക്. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ശത്രു ദുഷ്ടവിചാരങ്ങളാണ്, നിങ്ങളുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് ചിന്തകൾ. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറുതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷെ എന്നാലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകൾ അത് മാറിപ്പോവാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യാവുന്നത്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 2 of Swords എനർജി കണക്ഷൻസ് ആണ്. നല്ലൊരു സമയമാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷനുള്ള മാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുന്ന സമയമാണ്, കരിയറിലും സാമ്പത്തികമായിട്ടും. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കുറച്ച് കോമ്പറ്റീഷനുണ്ട്, അത് നെഗറ്റീവ് വഴിയിലൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ. അപ്പോൾ അതിൽ നിന്നൊക്കെ അകന്നു ശ്രദ്ധിക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വളരെ നല്ലൊരു സമയമാണ്. അവിടെയും അധികം ഗോസിപ്പുകളോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളോ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം വളരെ നല്ലൊരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഈ ഒരു സമയം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ പുതിയ കോഴ്സിന് അപ്ലൈ ചെയ്യാനും മറ്റൊക്കെ പറ്റിയ സമയമാണ്. അതേപോലെ ചില ആളുകൾ പറയുകയാണെങ്കിൽ ജോലി ചെയ്യുന്നവരും ജോലിയോടൊപ്പം തന്നെ പുതിയ കോഴ്സ് എന്തോ പഠിക്കാൻ നൈറ്റ് ക്ലാസ്സിനോ അല്ലെങ്കിൽ വീക്കെൻഡിലോ ക്ലാസ്സിനൊക്കെ പോയിട്ട് പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. തിരിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് അവർ പഠിക്കുന്നതോടൊപ്പം തന്നെ സൈഡായിട്ട് എന്തെങ്കിലും പാർട്ട് ടൈമായിട്ട് ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെ, അതായത് നിങ്ങളുടെ അവബോധ മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പല കാര്യങ്ങളും നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത്, നടക്കുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങൾ ഇങ്ങനെയാണെന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരാം. അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. കാരണം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടോ അത് വേണ്ട, അല്ലെങ്കിൽ ഈ വഴിയെ പോകണ്ട, അല്ലെങ്കിൽ ഇത് ചെയ്യരുതെന്ന്. പക്ഷെ നമ്മളതൊക്കെ വെറും തോന്നലാണെന്ന് വിചാരിച്ചിട്ട് മാറ്റിക്കളയും. ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം
നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നത് എന്താണോ അത് ശ്രദ്ധിക്കുക. കാരണം അത് പൂർണ്ണമായിട്ടും അതൊരു 99% ആ കാര്യം ശരിയായിരിക്കും. നിങ്ങളുടെ മനസ്സ് പറയുന്നത് വെറും തോന്നലാണെന്ന് വച്ചിട്ട് ചെയ്യാതിരിക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ വഴിക്ക് പോകേണ്ട അല്ലെങ്കിൽ ഇന്ന് പോകേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അതിനൊന്നും പല കാര്യങ്ങൾക്കും ലോജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.